അന്താരാഷ്ട്ര നാടകോത്സവത്തിന്റെ വിശേഷങ്ങൾ ഹലോ റേഡിയോയ്ക്കൊപ്പം. ലോകത്തിൽ തന്നെ ഒരു ജനാധിപത്യ ഗവൺമെൻറ് സംവിധാനത്തിൽ ജനങ്ങളുടെ നികുതിപ്പണം മാത്രം വിനിയോഗിച്ചുകൊണ്ട് വലിയ സ്പോൺസർമാരൊന്നും ഇല്ലാതെ തന്നെ ജനങ്ങളുടേത് മാത്രമായ അത്രയും ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ലോകത്തിൽ തന്നെ വിരളമാണ്. കാരണം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ വരുന്ന തിയേറ്റർ പ്രാക്ടീഷണേഴ്സ് അത് ഇവിടെ വന്ന് അത് സ്ഥാപിക്കുകയും അവരത് അടിവരയിടുന്നുണ്ട്. കാരണം അവർ പങ്കെടുത്ത മേളകളിൽ നിന്ന് ഇവിടെ വലിയ സ്ത്രീകളും കുട്ടികളൊക്കെ ഉൾപ്പെടെയുള്ള വലിയൊരു ജനാവലിയാണ് രാവിലെ മുതൽ രാത്രി വരെ അന്തർദേശീയ നാടകോത്സവത്തിൻ്റെ ഭാഗമാകുന്നത്. ആഫ്രിക്കൻ തിയേറ്റർ ഫെസ്റ്റിവലിനെ തുടർന്നുണ്ടായ ലാറ്റിൻ അമേരിക്കൻ തിയേറ്റർ ഫെസ്റ്റിവൽ അന്ന് ഏറ്റവും വിപുലമായ ഫെസ്റ്റിവലായിരുന്നു പിന്നീട് വന്ന ലാറ്റിൻ അമേരിക്കൻ തിയേറ്റർ ഫെസ്റ്റിവൽ. അതെനിക്ക് തോന്നുന്നു പക്ഷേ ഇതുവരെ നടത്തിയതിൽ നിന്നൊക്കെ ഏറ്റവും വിപുലമായ ഒരു ഫെസ്റ്റിവലായിരുന്നു ലാറ്റിൻ അമേരിക്കൻ തിയേറ്റർ ഫെസ്റ്റിവൽ. തുടർന്നങ്ങോട്ട് ലാറ്റിൻ അമേരിക്കൻ ഫെസ്റ്റിവലൊക്കെ മൂന്നാമത്തെ എഡിഷനൊക്കെ ആകുമ്പോഴേക്കും അന്തർദേശീയ നാടകോത്സവം എന്താണ്, എങ്ങനെയാണ്, അതിൻ്റെ സംഘാടനം എങ്ങനെയാണ് എന്നൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെയുള്ള ജീവനക്കാർക്കും അക്കാഡമി ഉദ്യോഗസ്ഥന്മാർക്കും സ്റ്റാഫ് അംഗങ്ങൾക്കൊക്കെ അതെങ്ങനെയാണെന്നൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് കോവിഡിൻ്റെ ആ ഒരു സമയത്ത് മാത്രമാണ് അതിൻ്റെ ഒരു തുടർച്ച നഷ്ടപ്പെട്ടിരുന്നത്. പ്രളയത്തിൻ്റെയും കോവിഡ് മഹാമാരിയുടെയും ആ ദുരന്ത പശ്ചാത്തലത്തിൽ 2 വർഷം ഇറ്റ്ഫോക്ക് മുടങ്ങിക്കിടക്കുകയും ഇറ്റ്ഫോക്കിൻ്റെ 13ാമത് എഡിഷൻ കഴിഞ്ഞ വർഷം സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുകയുമായിരുന്നു. 2023 13ാമത് രാജ്യാന്തര നാടകോത്സവം വൻ വിജയമാണ്. ഏറ്റവും മികച്ച പീറ്റർ ബ്രൂക്കിനെയൊക്കെ പോലുള്ള ഏറ്റവും മികച്ച തിയേറ്റർ സംഘങ്ങൾ, പാലസ്തീൻ നാടക സംഘങ്ങൾ, തേർഡ് റൈക്ക് പോലുള്ള നാടകങ്ങൾ, ഏറ്റവും മികച്ച ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച നാടക സംഘങ്ങൾ വന്ന ഒരു വർഷമായിരുന്നു കഴിഞ്ഞ വർഷം. അതേപോലെ തന്നെ റോയ്സ്റ്റൺ അബേലിൻ്റെ മെങ്കനിയാർ സെഡക്ഷൻ, അവിയൽ ബാൻഡിൻ്റെ പരിപാടി, ഇന്ത്യൻ ഓഷൻ ബാൻഡ്, അതുപോലെ അങ്ങനെ ഏറ്റവും മികച്ച അവതരണങ്ങളും വലിയ തോതിൽ ജനങ്ങൾ അക്കാഡമിയിലേക്ക് വരികയും ചെയ്തൊരു ഫെസ്റ്റിവലാണ് കഴിഞ്ഞ വർഷത്തേത്. ഇറ്റ്ഫോക്ക് 14ാമത് എഡിഷനിലേക്ക് എത്തുമ്പോൾ അക്കാഡമിക്ക് തികഞ്ഞ ആത്മവിശ്വാസവും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് നമ്മുടെ നിയന്ത്രണത്തിൽ നമ്മുടെ പരിധിയിൽ തന്നെ പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടുവരാൻ ഇതിനോടകം സാധിച്ചിട്ടുണ്ട്. വളരെ നേരത്തെ തന്നെ ബി അനന്തകൃഷ്ണൻ്റെ അക്കാഡമി സെക്രട്ടറി കരിവള്ളൂർ മുരളി, ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി, വൈസ് ചെയർമാൻ പുഷ്പവതി, അതുപോലെ ഫെസ്റ്റിവൽ ഡയറക്ടർ ബി അനന്തകൃഷ്ണൻ, ഫെസ്റ്റിവൽ കോർഡിനേറ്റർ ശ്രീ ജലീൽ ടി കുന്നത്ത്, അക്കാഡമി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശുഭ എഒ എന്നിവരുടെ നേതൃത്വത്തിലുള്ള നേതൃത്വത്തിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ കൃത്യമായി ആസൂത്രണം ചെയ്യുകയും 1 by 1 ആയി ഇതിൻ്റെ പ്രവർത്തനങ്ങളെ ഏകീകരിക്കുന്നതിനും അത് കൃത്യമായി ക്രോഡീകരിക്കുന്നതിനും സാധിച്ചിട്ടുണ്ട്. ഇതുവരെയുള്ള പ്രവർത്തന പരിചയം വെച്ച് ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും നല്ല ഒരു അന്തർദേശീയ നാടകോത്സവം സാങ്കേതികമായും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെയും ടിക്കറ്റ് ബുക്കിങ്ങിലും ആൾക്കാർ നാടകം കാണുന്നതിനുണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ നീക്കി ഏറ്റവും മികച്ച ഒരു സംഘാടനമാണ് ഇറ്റ്ഫോക്കിന് വേണ്ടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്ഫോക്കിൻ്റെ ടെക്നിക്കൽ ചുമതല വഹിക്കുന്നത് നമ്മുടെ അക്കാദമിയിലെ തന്നെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നും അക്കാഡമിയുടെ കോർഡിനേറ്റർ, ബിരുദധാരികളായ അക്കാഡമിയുടെ കോർഡിനേറ്റർമാരായ ജയകൃഷ്ണൻ, റജി എന്നിവരാണ് ടെക്നിക്കൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇറ്റ്ഫോക്കിൻ്റെ ഫെസ്റ്റിവൽ കോർഡിനേറ്റർ ശ്രീ ജലീൽ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇറ്റ്ഫോക്ക് ഓഫീസ് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ നേരത്തെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അക്കാഡമിയിൽ ജോലി ചെയ്യുന്ന അക്കാഡമിയിലെ സ്ഥിരം ജീവനക്കാരും ഇവിടെ കോൺട്രാക്റ്റ് ബേസിലും അതേപോലെ ഡെയിലി വേജസിലൊക്കെ ജോലി ചെയ്യുന്ന എല്ലാ ജീവനക്കാരുടെയും മികച്ച പങ്കാളിത്തത്തോടു കൂടിയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. അക്കാദമി സൂപ്രണ്ട് ശ്രീ ഷാജി ജോസഫിൻ്റെ നേതൃത്വത്തിൽ ഇതിൻ്റെ ഓഫീസിലെ പ്രവർത്തനങ്ങളെയൊക്കെ അദ്ദേഹം ഏറ്റവും കൃത്യമായി തന്നെ ക്രോഡീകരിക്കുന്നുണ്ട്. ഞാനിവിടുത്തെ പ്രോഗ്രാം ഓഫീസറാണ്. ഇതിൻ്റെ പ്രോഗ്രാമിൻ്റെ ചുമതല വഹിക്കുന്ന ആളാണ്. ഇതിൻ്റെ ഫയലുകളും മറ്റു കാര്യങ്ങളൊക്കെ പ്രോഗ്രാം ഓഫീസറാണ് കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ കലാകാരന്മാരുടെ യാത്ര
താമസം, അവരുടെ ടെക്നിക്കൽ റിക്വയർമെൻറ്റ്സ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകമായ ഒരു വിങ് ഇവിടെ വേറെ പ്രവർത്തിക്കുന്നുണ്ട്. ദീർഘകാലമായി മലയാള നാടകരംഗത്ത് പ്രവർത്തിക്കുന്ന നാടകത്തിൻ്റെ രംഗശില്പിയായ ആർട്ടിസ്റ്റ് സുജാതൻ്റെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ മുഴുവൻ രംഗസാമഗ്രികളും. സിൻബാദ് രാജൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് തൊഴിലാളികൾ, വളരെ സ്കിൽഫുള്ളായിട്ടുള്ള തൊഴിലാളികൾ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ സാധിക്കുന്നത്. ഒരു മിനിറ്റ്, ഒരാൾ വന്നത് ബ്രേക്കായി പോയി. ആർട്ടിസ്റ്റ് സുജാതിൻ്റെ നേതൃത്വത്തിലുള്ള സെറ്റ് ആൻഡ് പ്രോപ്പർട്ടി വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടാണ് ഏറ്റവും സങ്കീർണമായതും ഓരോ നാടകത്തിനും ആവശ്യമുള്ള വിദേശ നാടകങ്ങൾക്കും ഇന്ത്യൻ നാടകങ്ങൾക്കൊക്കെ ആവശ്യമുള്ള ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചറുകളും അതിൻ്റെ സെറ്റും പ്രോപ്പർട്ടികളും ഒക്കെ ഇവിടെ അണിയറയിൽ അതിൻ്റെ പണികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായി ഇതിൻ്റെ കോസ്റ്റ്യൂം രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രേമേട്ടൻ്റെ നേതൃത്വത്തിൽ ഇതിൻ്റെ കോസ്റ്റ്യൂമും മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ സ്റ്റിച്ച് ചെയ്തും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇവിടുത്തെ ഷാജിയുടെ നേതൃത്വത്തിൽ, അക്കാഡമിയുടെ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ഷാജിയുടെ നേതൃത്വത്തിൽ 16 പേർ ഉൾപ്പെടുന്ന ഒരു വളണ്ടിയർ ടീം ഇതിൻ്റെ ഇവിടുത്തെ ക്ലീനിങ് പ്രവർത്തനങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഇഫ്ഫോക്ക് സംബന്ധിച്ച വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്ന, വളരെ കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു മീഡിയ സെൽ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്തവണ 3 പാർട്ടായിട്ടാണ്, 3 വിഭാഗങ്ങളിലാണ് മീഡിയ വർക്ക് ചെയ്യുന്നത്. ഫാദർ ചേതന മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫാദർ ബെന്നി ബെനഡിക്റ്റാണ് ഈ മീഡിയ മൊത്തം അക്കാഡമിക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നത്. അതിൽ 6 പേർ ഉൾപ്പെടുന്ന നമ്മുടെ ഇഫ്ഫോക്കിനെ കുറിച്ചുള്ള എല്ലാ വാർത്തകളും കൃത്യമായും ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സെക്കൻഡ് ബെൽ, അത് നാളെ ഇറങ്ങേണ്ടുന്ന സെക്കൻഡ് ബെല്ലിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോഴേ പൂർത്തിയായി കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞാൽ നാളത്തെ സെക്കൻഡ് ബെൽ പ്രസ്സിലേക്ക് പോകും. അങ്ങനെ വളരെ മീഡിയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന വളരെ കഴിവുള്ള പ്രതിഭാധനരായ വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന ഒരു മീഡിയ ഗ്രൂപ്പ് ഇവിടെ സെക്കൻഡ് ബെല്ലിന് വേണ്ടി അക്കാദമിയുടെ ഫെസ്റ്റിവൽ ജേണലായിട്ടുള്ള സെക്കൻഡ് ബെൽ ബുള്ളറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അക്കാദമിയുടെ എഡിറ്റർമാരായിരിക്കുന്ന KP രമേഷും ഷാനിയുമാണ് ആ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുന്നത്. അതേപോലെ തന്നെ ശ്രുതി, ഗുരുവായൂരിലെ ജേർണലിസം അധ്യാപികയായ ശ്രുതി KSൻ്റെ നേതൃത്വത്തിൽ ഇതിൻ്റെ മീഡിയ പ്രവർത്തനങ്ങൾ വളരെ നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെ വരുന്ന ഓരോ നാടകത്തിൻ്റെയും നാടക സംഘങ്ങളുടെയും അതിൻ്റെ സംവിധായകൻ, നാടകത്തിൻ്റെ പ്രത്യേകത, ഇവിടെ വരുന്ന മ്യൂസിക് പരിപാടികളുടെ പ്രത്യേകതകൾ, അങ്ങനെ ഓരോ വെന്യൂവിൻ്റെയും ഇമ്പോർട്ടൻസ് വളരെ കൃത്യമായും ജനങ്ങളിലേക്ക് കൊടുക്കുന്ന മീഡിയയുടെ വർക്ക് ശ്രുതിയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. അവരുടെ പ്രവർത്തനങ്ങളും വളരെ ഗംഭീരമായി തന്നെ മീഡിയ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അമൃതയുടെ നേതൃത്വത്തിൽ ഓരോ ദിവസവും പുതിയ അപ്ഡേഷനുമായി ഞങ്ങളുടെ അക്കാദമിയുടെ ഓൺലൈൻ മീഡിയയും വളരെ സജീവമാണ്. ഏറ്റവും നൂതനമായ മാധ്യമരംഗത്തെ, ഓൺലൈൻ മാധ്യമരംഗത്തെ ഏറ്റവും നൂതനമായ സങ്കേതങ്ങളും അതിൻ്റെ സാധ്യതകളുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അത്തരമുള്ള ഒരു പ്രവർത്തനങ്ങൾ കൂടി, അത് കഴിഞ്ഞ വർഷം നമുക്കത്ര ഓൺലൈൻ പ്രവർത്തനങ്ങൾ അത്ര വ്യാപകമാക്കാൻ സാധിച്ചിട്ടില്ല. അമൃതയുടെ നേതൃത്വത്തിൽ ഓൺലൈൻ മീഡിയ പ്രവർത്തനങ്ങളും അതിൻ്റെ അപ്ഡേഷനൊക്കെ അതാത് സമയങ്ങളിൽ ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ദീപ്തി, അഞ്ജിത, ഡോൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇഫ്ഫോക്ക് ഓഫീസിലെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. ഇതിനുവേണ്ടി 20 പേർ ഉൾപ്പെടുന്ന ഒരു ടെക്നിക്കൽ കമ്മിറ്റിയും അതിന് ടെക്നിക്കൽ സ്റ്റേജ് മാനേജർമാരും അസിസ്റ്റൻറ്റ് മാനേജർമാരും എല്ലാം ഉൾപ്പെടെ 30-ലധികം ആൾക്കാർ ഇതിൻ്റെ വിവിധ മേഖലകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷങ്ങളിലും ഉണ്ടാകുന്ന പാകപ്പിഴവുകളും കുറവുകളുമൊക്കെ പരിഹരിച്ച് കഴിഞ്ഞ വർഷം നമ്മൾ ഫേസ് ചെയ്ത പ്രശ്നങ്ങൾ അത് ഈ വർഷം അതെങ്ങനെ ഇല്ലാതാക്കാം, അങ്ങനെ ഏറ്റവും മികച്ച രീതിയിൽ നാടകം കാണാൻ വരുന്ന പ്രേക്ഷകൻ്റെ അവരുടെ അന്തസ്സും അവരുടെ അഭിമാനവുമൊക്കെ സംരക്ഷിക്കുന്ന, അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവർക്ക് നാടകം കണ്ട് തിരിച്ചു പോകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് അക്കാദമിയുടെ ലക്ഷ്യം. പക്ഷെ എല്ലാ വർഷവും നമ്മൾ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം, നമുക്ക് വളരെ കുറച്ച് ടിക്കറ്റുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മാക്സിമം ബ്ലാക്ക് ബോക്സിലൊക്കെ നാടകം കാണാൻ പറ്റുന്ന ടിക്കറ്റിൻ്റെ എണ്ണം 150
ഭരത് മുരളിയിൽ 60 500 നമ്മുടെ KT മുഹമ്മദ് തിയേറ്ററിൽ 600 പവലിയനിൽ പാലസ് ഗ്രൗണ്ടിൽ 300 ടിക്കറ്റുകളാണ്. അങ്ങനെ നമുക്ക് വളരെ വളരെ ലിമിറ്റഡായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഇരട്ടിയിലിരട്ടി ആൾക്കാരാണ് നാടകം കാണാൻ വേണ്ടി വരുന്നത്. പക്ഷെ എന്നാലും അവർക്കും നാടകം കാണാം എന്നുള്ളത് കൊണ്ട്, നാടകത്തിൻ്റെ റിപ്പീറ്റ് ഷോകൾ വെച്ചതുകൊണ്ട് ഏറെക്കുറെ എല്ലാവർക്കും ഈ നാടകം കാണാൻ പറ്റുന്നതാണ്. ഒരു 15,000-ലധികം ആൾക്കാരെങ്കിലും ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ അക്കാഡമിയിൽ വന്നു പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ വളരെ വ്യത്യസ്തമായ ഭക്ഷണ വിഭവങ്ങളൊക്കെ ഉൾപ്പെടുന്ന കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള ഒരു ഫുഡ് കോർട്ട് ഇവിടെ, അക്കാഡമിയുടെ നേതൃത്വത്തിൽ തന്നെ ഫുഡ് കോർട്ടും ഇവിടെയുണ്ട്. ഏറ്റവും രുചികരമായ, ഏറ്റവും ഗുണകരമായ നല്ല വിഭവങ്ങൾ, വ്യത്യസ്തമായ ഭക്ഷണ വിഭവങ്ങൾ ഈ ഫുഡ് കോർട്ടിൽ ലഭിക്കും. ഇതിനോടനുബന്ധിച്ച് നടത്തുന്ന ഒരു സ്കൂൾ ഓഫ് ഡ്രാമയിലും അക്കാദമിയുടെ പ്രധാനപ്പെട്ട ഒരു ഇപ്പോക്കിലെ നാടകങ്ങൾ നടക്കുന്ന ഒരു വെന്യൂവാണ് സ്കൂൾ ഓഫ് ഡ്രാമ. അവിടെ നാടകങ്ങൾ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കിലയിൽ കുടുംബശ്രീ മിഷനുമായി ചേർന്നുകൊണ്ട് 40 അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കിലയിലുള്ള സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരു വിമൻസ് തിയേറ്റർ വർക്ക്ഷോപ്പ്, ഇതിന് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വർക്ക്ഷോപ്പും കിലയിൽ നടക്കുകയാണ്. അങ്ങനെ വളരെ വിപുലമായ പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ കോർപ്പറേഷൻ ഗ്രൗണ്ടിൽ നാളെ 5 മണിക്ക് ഇതിൻ്റെ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കും. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യും. അതുപോലെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു, കെ രാജൻ, കെ രാധാകൃഷ്ണൻ എന്നിങ്ങനെയുള്ള മന്ത്രിമാരും കോർപ്പറേഷൻ മേയർ, ജില്ലാ കലക്ടർ, അങ്ങനെ ഒട്ടനവധി വിശിഷ്ട വ്യക്തിത്വങ്ങളും വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യവും ഉണ്ടാകും. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ ശുഭപ്രതീക്ഷയിലാണ് കേരളത്തിലെ എന്നല്ല, ലോകത്താകമാനമുള്ള തിയേറ്റർ ലവേഴ്സിന് ഏറ്റവും മികച്ച ഒരു നാടക അനുഭവം, അത് ജീവിതാനുഭവം, ലോകം തന്നെ യുദ്ധത്തിൻ്റെയും വർഗീയ വിദ്വേഷങ്ങളുടെയും ഒക്കെ ദുരന്തങ്ങളുടെയൊക്കെ വലിയ കെടുതികളിൽ നിൽക്കുമ്പോൾ കല കൊണ്ട് മാത്രമേ നമുക്കൊരു പ്രതിരോധ കോട്ട പടുക്കാനാകൂ എന്നുള്ള വലിയൊരു ആശയം, ഒരുമ, ദൃഢവിശ്വാസം, ആത്മവിശ്വാസം, ദൃഢത, അങ്ങനെയുള്ള വലിയ ആശയമാണ് ഇപ്രാവശ്യത്തെ അന്തർദേശീയ നാടകോത്സവത്തിൻ്റെ ആശയമായി സ്വീകരിച്ചിട്ടുള്ളത്. ലോകം വലിയൊരു ദുരന്തത്തെയൊക്കെ, പാലസ്തീൻ ഇസ്രായേൽ വാറും അതുപോലെ ഉക്രൈൻ വാറൊക്കെ അതിൻ്റെ അലയൊലികൾ ഇപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭങ്ങളിൽ യുദ്ധത്തിൻ്റെ കെടുതികളൊക്കെ അനുഭവിച്ച് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നാടക സംഘങ്ങൾ ഇവിടെ എത്തുന്നുണ്ട്. അത് കേരളത്തിലെ ജനങ്ങൾക്കും എസ്പെഷ്യലി അത് ലോകത്താകമാനമുള്ള തിയേറ്റർ ലവേഴ്സിനും അതൊരു വലിയ അനുഭവമായിരിക്കും. താങ്ക് യു.